മുണ്ടക്കയിൽ തകർന്നടിഞ്ഞ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട സുജാതയും പേരക്കുട്ടിയും ആ ദുരന്ത രാത്രി വെളിപ്പിച്ചത് കാട്ടാനക്കൂട്ടത്തിന് നടുവിലാണ്. നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്? രാത്രി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. കുട്ടീന്റെ ചെറുവിരല് കിട്ടി, അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാന് വാർപ്പിന്റെ ഈ വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി. അപ്പനും എന്റെ മകള് നട്ടെല്ല് പൊട്ടി, മകളുടെ വാർപ്പ് വീണതേ അവരതിന്റെ ഉള്ളിൽ കുടിയും കിടക്കാണ്, പേരക്കുട്ടിയും. അവരെയൊന്നും പിടിച്ച് വലിച്ച് എന്റെ മരുമകൻ കയറ്റി ഇവരുടെ രണ്ടാളെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി, വെള്ളത്തിൽ കൂടെ നീന്തി. കിണറുകള് എല്ലാം ഉണ്ട്. ഏത് ദൈവമാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല. ഇനി ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണൊന്ന് വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീറ്റ് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ. ആനയും നിങ്ങളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. 3 ആന ആ കുന്നിൽ നിൽക്കുക. അതിന് കൊമ്പനാണ് അവിടെ ഉണ്ടായത്. കൊമ്പനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരിതത്തിന്നാ വന്ന്, ഞങ്ങൾക്ക് പേടി, ഇരുടാണ്, വിളക്കില്ല, വെളിച്ചമില്ല, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. അപ്പൊ ആനയുണ്ട്, കണ്ണുകൂടി ഇങ്ങനെ ഒഴുകിയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കൂടെ നിന്ന് നേരം വെളുക്കുന്നവരെ. ചേച്ചി മോള് മാത്രം